ജീവിതത്തിൽ എന്തെങ്കിലും കാര്യത്തിൽ ഉത്തരവാദിത്വമുള്ളവർക്ക് എപ്പോഴും പലരുടെയും പല ചോദ്യങ്ങളെയും നേരിടേണ്ടി വരാറുണ്ട്. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ബാധ്യതയുള്ളവർ എന്നാണ് ഉത്തരവാദി എന്നതിൻ്റെ അർത്ഥം. ചോദ്യം ചോദിക്കുന്ന വ്യക്തിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് മാത്രമാണ് നാം തിരിച്ചറിയേണ്ട പ്രഥമമായ കാര്യം. ചോദ്യകർത്താക്കൾ രണ്ട് വിധമാണുള്ളത്. തൻ്റെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചാൽ മനസമാധാനമുണ്ടാകും എന്നതിനാൽ ആത്മാർത്ഥമായി ചോദ്യം ചെയ്യുന്നവരാണ് ഒരു കൂട്ടർ. മറ്റൊരു കൂട്ടർ ആരാണെന്നോ? അവർക്ക് ഉത്തരത്തിൻ്റെ ആവശ്യമേ ഇല്ല. അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഉത്തരം ലഭിക്കുവാനുമല്ല, താൻ സമർത്ഥനാണെന്ന് തെളിയിക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ തന്നേക്കാളും സമർത്ഥരല്ല എന്ന് തെളിയിക്കുവാനുമാണ് അവരുടെ ശ്രമം. ഇത്തരക്കാർ അവരുടെ അഹങ്കാരം പ്രദർശിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസ്വസ്ഥ മനസ്സിന് ശാന്തി ലഭിക്കണമെന്നില്ല. എന്നാൽ മറ്റു മനസ്സുകളെ ദുരുദ്ദേശം ചെയ്യാനുള്ള ഉദ്ദേശമുണ്ട് താനും. അതിനാൽ അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ഉത്തരം ചോദ്യകർത്താവിന് പോലും ആവശ്യമില്ലെങ്കിൽ അത് തികച്ചും വ്യർത്ഥമല്ലേ. അതുകൊണ്ട് ഒരു കാര്യം സദാ സ്മരിച്ചാലോ, ദാനം പാത്രമറിഞ്ഞു മാത്രമേ നൽകാൻ പാടുകയുള്ളൂ. അതുപോലെ ഉത്തരങ്ങൾ ചോദ്യത്തിൻ്റെ ഭാവമനുസരിച്ച് മാത്രമേ നൽകാൻ പാടുകയുള്ളൂ. ചിന്തിച്ചു നോക്കൂ, ഉത്തരം നിങ്ങൾക്കും ലഭിക്കുന്നതാണ്. Thank you for watching. Please support and subscribe.